വീണ്ടും വിവാദ പ്രസംഗവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കാന്തപുരം പറയുന്നത് നോക്കി ഭരിച്ചാൽ മതി എന്ന അവസ്ഥയിൽ സർക്കാരെത്തി. എന്തു തീരുമാനമെടുക്കുമ്പോഴും മലപ്പുറത്ത് പോയി ചോദിക്കേണ്ട അവസ്ഥ. ശമ്പള ഇനത്തിൽ ക്രൈസ്തവർ കോടികൾ കൊണ്ടുപോകുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് പാർട്ടികൾക്കെതിരെയും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശം. കോട്ടയത്ത് നടന്ന SNDP യൂണിയൻ ശാഖാ നേതൃയോഗത്തിലാണ് വെള്ളാപ്പള്ളി വർഗീയ പരാമർശം നടത്തിയത്. മുസ്ലിം സമുദായത്തെ പരാമർശിച്ചായിരുന്നു തുടക്കം. സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചത്. കാന്തപുരം ഭരണം നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന നിലയിലേക്ക് എത്തില്ലേ. ഇപ്പോൾ നിൽക്കുന്ന ഗവൺമെന്റ് എന്താണ്? അവര് ഇരിക്കാൻ പറഞ്ഞ അപ്പം കിടന്നുകൂടെ. അതായി സ്ഥിതി. ക്രൈസ്തവ സഭകൾക്കെതിരെയും വിമർശനമുണ്ടായി. മുസ്ലിം ലീഗിനെതിരെയും കേരള കോൺഗ്രസിനെതിരെയും വർഗീയ പരാമർശം വെള്ളാപ്പള്ളി നടത്തി. തന്ത്രപൂർവ്വം മുഖ്യമന്ത്രി സ്ഥാനത്തെത്താനാണ് ലീഗ് ശ്രമിക്കുന്നത്. സഭയും അധികാരം പിടിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചുവെന്നും വെള്ളാപ്പള്ളി. മലബാർ പ്രദേശത്ത് മാത്രമല്ല, അവർ തിരുക്കൊച്ചി പ്രദേശത്ത് ഒരു കാരണം വേണം. അതുകൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം അവർ കിട്ടും. അവർ കേരളം ഭരിക്കും, മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെയുള്ള വളരെ തന്ത്രപൂർവമായ ശ്രമങ്ങളുമായി അവർ മുമ്പോട്ട് വന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ SNDP പ്രവർത്തകർ ശക്തി തെളിയിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തെയും വെള്ളാപ്പള്ളി ന്യായീകരിച്ചു. 24 കോട്ടയം.